ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം കേട്ടുകൊണ്ടിരുന്നത്. യെരുശലേമിൽ ഒരു കൗൺസിൽ നടന്നു. ആ കൗൺസിലിൽ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും യെരുശലേം സഭയിലെ നേതാക്കളും യാക്കോബും പത്രോസും ഒക്കെ പങ്കെടുത്തു. അവിടെ വെച്ചാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജാതികളുടെ മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങളൊന്നും വയ്ക്കരുത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. പത്രോസ് അത് പറഞ്ഞു, അത് ജനത്തിന് ബോധ്യമായി. അത് കഴിഞ്ഞ് യാക്കോബ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അധികമായ ഭാരമൊന്നും ജാതികളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ആ തീരുമാനം പരിശുദ്ധാത്മാവിനാലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിന് ശേഷം അവരൊരു കത്തെഴുതി അന്ത്യോക്യയിലേക്ക് അയച്ചു. അപ്പോൾ അന്ത്യോക്യയിലുള്ള ആളുകൾക്കും ഈ തീരുമാനത്തെക്കുറിച്ച് അറിയാനിടയായി. ഈ സമയത്ത് ബർന്നബാസും പൗലോസും അന്ത്യോക്യയിലേക്ക് മടങ്ങിപ്പോയി. അവർ അവിടെ പാർത്തുകൊണ്ടിരുന്നപ്പോൾ നടന്നൊരു സംഭവമാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. 34 മുതൽ ഞാൻ വായിക്കുന്നു. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്ത് മറ്റു പലരോടും കൂടി കർത്താവിൻ്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു. സിറിയ, കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. അന്ത്യോക്യയിൽ ഇപ്പോൾ പൗലോസിനും ബർന്നബാസിനും താരപരിവേഷമാണ്. കാരണം അന്ത്യോക്യയിൽ നിന്ന് അവരെ സുവിശേഷകന്മാരായി അയച്ചു. അവർ പ്രവർത്തനം കഴിഞ്ഞ് മടങ്ങി വന്നു. അന്ത്യോക്യയിൽ ദുരുപദേശവുമായി വന്നവരെ അവർ മിണ്ടാതാക്കി. യെരുശലേമിൽ ചെന്ന് അവർ പറയുന്ന കാര്യമാണ് ശരിയെന്ന് തെളിയിച്ചു. അന്ത്യോക്യയിൽ മാത്രമല്ല, യെരുശലേമിലും പൗലോസും ബർന്നബാസും പറഞ്ഞതാണ് ശരിയെന്ന് തെളിഞ്ഞു. അതിൻ്റെ ഫലമായി അവർക്ക് ബഹുമാനം വർദ്ധിച്ചു. ഇവർ രണ്ടുപേരും ചേർന്നാൽ ആർക്കും അവരെ തോൽപ്പിക്കാനാവില്ല എന്നൊരു തോന്നലും പലർക്കും ഉണ്ടായി. അവരൊരു ടീമായി വാദിച്ചത് അപ്പോസ്തലന്മാർ പോലും അംഗീകരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ശരിയാണെന്ന മട്ടിലാണ് അവരുടെ കയ്യിൽ ഒരു കത്തെഴുതി അന്ത്യോക്യയിലേക്ക് കൊടുത്തയച്ചത്. ഈ കത്തിലുള്ള വിവരം അന്ത്യോക്യയിൽ മാത്രം അറിഞ്ഞാൽ പോരാ. പൗലോസും ബർന്നബാസും പോയി സുവിശേഷം അറിയിച്ച മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ കാര്യം അറിയിക്കണം. കാരണം അവിടെ യഹൂദന്മാരുണ്ട് എന്ന് മാത്രമല്ല, യഹൂദ മതാനുസാരികൾ ആ സഭകളിൽ ചെന്ന് അവരെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടായിരിക്കാം പൗലോസ് പറഞ്ഞു, നമുക്ക് ആ സഭകളിലൊന്ന് പോയി അവരെ ഉറപ്പിക്കാം. നല്ലൊരു ആശയമായിരുന്നു അത്. നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാരെങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക. ഇതായിരുന്നു പൗലോസിൻ്റെ ലക്ഷ്യം. എന്നാൽ ആരെ കൂടെ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അവരുടെ ഉപദേശം, ബർന്നബാസിൻ്റെയും പൗലോസിൻ്റെ ഉപദേശം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഉപദേശത്തിനു വേണ്ടി വാദിച്ചവരാണ്. അതെല്ലാവരും അറിഞ്ഞു. പക്ഷേ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ ഐക്യമുണ്ടായില്ല. അവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി. മർക്കോസാണ് പ്രശ്നം. മർക്കോസ് 1-ാം മിഷണറി യാത്രയിൽ അവരുടെ കൂടെ പോയിട്ട് പാതി വഴിക്ക് മടങ്ങിപ്പോന്നു. പൗലോസ് അത് ഓർത്തിരിക്കുകയാണ്. ബർന്നബാസിനും അത് ഓർമ്മയുണ്ട്. പക്ഷേ ബർന്നബാസ് കൂടുതൽ ആളുകളോട് കരുണ കാണിക്കുന്നയാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല, ബർന്നബാസിൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് മാർക്കോസ്. അതുകൊണ്ട് അവനെ അങ്ങനെ തള്ളിക്കളയാൻ ബർന്നബാസിന് മനസ്സ് വന്നില്ല.
അവിടെ എന്തൊക്കെ അവർ സംസാരിച്ചു എന്നറിയില്ല, എങ്കിലും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഭയങ്കര തർക്കമുണ്ടായി. അവർ രണ്ടുപേരും തമ്മിൽ പിരിയാൻ ഇടയായി. രണ്ടുപേരും ഒരുമിച്ച് സുവിശേഷം പ്രസംഗിച്ചവരാണ്, ഒരേ മനോഭാവമുള്ളവരാണ്, ഒരേ ഉപദേശത്തിന് വേണ്ടി നിന്നവരാണ്. പക്ഷേ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇവിടെ ഒരു പ്രധാന ചോദ്യം സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്: ആരായിരുന്നു ശരി? ഇതറിയാൻ ആഗ്രഹിക്കുന്നവരും തർക്കിക്കാൻ വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. ചിലർ പറയും പൗലോസാണ് ശരി, ചിലർ പറയും ബർന്നബാസാണ് ശരി. എന്തിനാണ് നമ്മൾ ഈ തർക്കത്തിന് പോകുന്നത്? തർക്കിക്കുന്നത് കൊണ്ടുള്ള സുഖം എന്താ? ചില ആളുകൾ തർക്കിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നത്തോടു കൂടി പൗലോസും ബർന്നബാസും ഒരു ടീമായിരുന്നു. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ വേറെ 2 ടീമുകളുണ്ടായി. ബർന്നബാസിൻ്റെ ടീം മർക്കോസിനെയും കൂട്ടി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസ് ശൈലാസ് എന്ന ആളെയും കൂട്ടി സുറിയ, കിലിക്കിയ ദേശങ്ങളിലേക്ക് പോയി. പൗലോസും ശീലാസും തുടർന്ന് എന്ത് ചെയ്തു എന്ന കാര്യം ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികളിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയാം. എന്നാൽ ബർന്നബാസ് എന്ത് ചെയ്തു എന്ന് മർക്കോസ് എഴുതിയില്ല, ലൂക്കോസ് എഴുതിയ പോലെ മർക്കോസ് എഴുതിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞുകൂടാം. ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ബർന്നബാസ് പല ആളുകളെയും എൻകറേജ് ചെയ്തിട്ടുള്ള ആളാണ്. വാസ്തവത്തിൽ അയാളുടെ പേര് തന്നെ സൺ ഓഫ് എൻകറേജ്മെൻറ്റ്, ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. പൗലോസിന് എൻകറേജ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പൗലോസിനെ ആരും അറിയുകയില്ലായിരുന്നു. പൗലോസ് ആൾ ശരിയല്ലെന്ന് പലരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസിനെ ആരും കൂട്ടുകയില്ലായിരുന്നു. ആ കാലത്ത് പൗലോസിനെ തേടിപ്പിടിച്ച് അന്ത്യോക്യയിൽ കൊണ്ടുവന്ന് പൗലോസിനെ എൻകറേജ് ചെയ്തത് ബർന്നബാസാണ്. ഇപ്പോൾ പൗലോസിന് അത്തരത്തിലുള്ള എൻകറേജ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. എന്നാൽ മർക്കോസ് അങ്ങനെയല്ല. മർക്കോസ് തൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ പരാജയം നേരിട്ടു. അവന് കൊള്ളാത്ത ആളാണെന്ന് പൗലോസ് തീരുമാനിച്ചു. എന്നാൽ അവനെ എൻകറേജ് ചെയ്യാൻ ബർന്നബാസ് തീരുമാനിച്ചു. ഇങ്ങനെ ബർന്നബാസ് എൻകറേജ് ചെയ്ത് വളർത്തിക്കൊണ്ടു വന്നവരൊക്കെ ബർന്നബാസിനേക്കാൾ പ്രസിദ്ധരായി. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് പൗലോസ്. മർക്കോസും അങ്ങനെ തന്നെയാണ്. ഈ മർക്കോസിനെ ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച് കിടന്ന മർക്കോസിനെ ബർന്നബാസ് കൂട്ടിക്കൊണ്ടുപോയി അവനെ എൻകറേജ് ചെയ്തതിൻ്റെ ഫലമായി മർക്കോസിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. ബർന്നബാസ് പുതിയ നിയമത്തിൽ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. പൗലോസ് 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പൗലോസിനെ എൻകറേജ് ചെയ്തത് ബർന്നബാസാണ്. ഇനി മർക്കോസിനെയും ബർന്നബാസ് എൻകറേജ് ചെയ്തു, അവനെ ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? മർക്കോസും ഒരു സുവിശേഷം എഴുതി. അപ്പോൾ 13 പുസ്തകങ്ങൾ എഴുതിയ പൗലോസ്, ഒരു സുവിശേഷം എഴുതിയ മർക്കോസ്. ഈ 14 പുസ്തകങ്ങൾ എഴുതാൻ കാരണമായത് ബർന്നബാസ് എന്ന വ്യക്തിയുടെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന സ്വഭാവമാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ബർന്നബാസിനേക്കാൾ പ്രസിദ്ധരായെന്നുള്ളതിൽ ബർന്നബാസിന് പരാതിയും ഇല്ല. എന്നാൽ അത് അവർ പിരിയേണ്ടത് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇവർ പിരിഞ്ഞ ശേഷം പരസ്പരം ഇവർ ചെളി വാരി എറിയാനോ പരസ്പരം ഇല്ലാതാക്കാനോ ശ്രമിച്ചില്ല. ഒരു മോശം കാര്യവും പൗലോസ് ബർന്നബാസിനെ കുറിച്ച് എഴുതിയിട്ടില്ല. മാത്രമല്ല, പൗലോസ് ബർന്നബാസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. വിവാഹം കഴിച്ച് ഭാര്യയോടുകൂടി യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ബർന്നബാസിനും മാത്രമേ ഇല്ലാത്തതുള്ളൂ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, പൗലോസ് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എഴുതിയത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കൂ. ഇവിടെ ബർന്നബാസുമായിട്ട് പൗലോസിനൊരു തർക്കമുണ്ടായി എന്നുള്ളതല്ലാതെ ബർന്നബാസിനെ കുറിച്ച് ഒരു മോശം കാര്യവും ലൂക്കോസ് എഴുതിയിട്ടില്ല. ലൂക്കോസിന് ബർന്നബാസിനെ നേരിട്ട് പരിചയമില്ല, പൗലോസിൽ കൂടെയുള്ള പരിചയമേ ഉള്ളൂ. പക്ഷേ പൗലോസ് ഒരു ചീത്തക്കാര്യം പോലും ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, പൗലോസ് ആദ്യം വിചാരിച്ച പോലെയല്ല കാര്യങ്ങളെന്ന് പൗലോസിന് തന്നെ മനസ്സിലായി. മർക്കോസ് ഉപയോഗമുള്ളവനാണെന്ന് 2 തിമോത്തിയോസിൽ താൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മർക്കോസിനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ എന്നും പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ മർക്കോസ് പ്രയോജനമുള്ളവനാണെന്ന് പൗലോസിന് മനസ്സിലായി. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ?
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ ചില ആളുകളുമായിട്ട് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. പക്ഷേ ശത്രുത ഉണ്ടാകരുത്. അയാൾ പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല എന്ന് പറയാം, അതിൻ്റെ പേരിൽ അയാളെ ഇല്ലാതാക്കണം, എന്ത് ചെലവും സഹിച്ച് അയാളുടെ പേര് കെടുത്തണം, അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തണം, സകലർക്കും എഴുതണം. അത് ശത്രുതയാണ്. അത് ചെയ്യരുത്. ഒരാൾക്ക് വേറെ ആളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ശത്രുത പാടില്ല. അത് ശത്രുവായ പിശാചിൻ്റെ പ്രവർത്തനമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.